ഹലോ ഫ്രണ്ട്സ്, നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലം കേക്ക്. നമുക്ക് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഇത് 250 ml ഒരു കപ്പാണ്. ഇതിന് ഒരു കപ്പ് നമ്മൾ വടിച്ചിട്ട് ഒരു കപ്പ് മൈദ. ഇത് 250 ml ആണ്. ഒരു കപ്പ് മൈദ. ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി ഞാൻ അടുത്ത ഇതിലിടാം. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലോ, ഇത്രയുണ്ട്. ഇത് ഇത്ര കൂടുന്നതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 100 ഗ്രാമോളം കാണും. പിന്നെ ഇത് ഏത് കപ്പിലാണോ നമ്മൾ എടുക്കുന്നത് ആ കപ്പിനായിരിക്കണം എല്ലാ അളവും. അന്നേരം ഈ കപ്പിന് തന്നെ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഉണ്ടോ പഞ്ചസാര, 3 മുട്ട, പിന്നെ നമുക്ക് വാനില എസൻസ്. അതേ കപ്പിന് ഒരു 1/4 കപ്പ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് കാരമലൈസ് ചെയ്ത് എടുക്കാം. ആദ്യം അത് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി. ഞാൻ ഈ സ്പൂണിന് ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ, ടേബിൾ സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണാണ്. അതിന് 2 സ്പൂൺ നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. വളരെ കുറച്ച് തീ ഇടണം. ഞാൻ ഈ സ്പൂണിന്, ടേബിൾ സ്പൂണിന് 2 സ്പൂൺ നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനത് ഒരു പാത്രത്തിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലാണ്. അത് നന്നായിട്ട് ഇളക്കമൊന്നും വേണ്ട, അത് തനിയെ അത് ഉരുകി വന്നോളൂ. അതൊന്ന് ഉരുകട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് ഇത് പൊങ്ങി വരുവേ. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കളറ് കണ്ടോ, നല്ലൊരു റെഡ് കളറായിട്ടുണ്ട്. ആദ്യം തിളയ്ക്കണ്ട, ഇനി ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുന്നതിന് മുമ്പ് ഞാൻ 2 ഗ്രാമ്പുവും 2 ചെറിയ പട്ട കണ്ടോ, ഇപ്പോൾ ഒടിച്ചതാണ് കേട്ടോ. ഞാൻ ഈ ഗ്രാമ്പും പട്ടയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം നമുക്ക് ഈ മൈദ ഒന്ന് അരിച്ചെടുക്കണം. അതിന് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണിനാണ് കേട്ടോ ബേക്കിംഗ് പൗഡറും, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് നന്നായിട്ട് ഒരു അരിപ്പയിലിട്ട്
നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു നുള്ളുപ്പ് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. ഞാനിത് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ കുറേ നേരം നമുക്ക് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം എടുക്കാവുള്ളൂ. അല്ലാതെ അതേപടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ശരിയാക്കുമ്പോഴത്തേക്കും ശരിയാവാതെ വരും. അതുകൊണ്ട് നമ്മൾ കഴിവതും മുട്ട ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കരുത്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ വാനില, ടീസ്പൂണിനാണ് കേട്ടോ, വാനിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നമുക്ക് കൂട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഇതിൻ്റെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നൊരു ഇതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, സൈഡിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ലേശം നെയ്യ് തടവിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ബാറ്ററിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അത് ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു പാത്രം എടുത്ത് ഡ്രൈ ഫ്രൂട്ട്സിൽ ഞാൻ ഇച്ചിരി മൈദാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വെക്കണമെന്നൊന്നും ഇല്ല, എന്നാലും ഇതൊന്ന് താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ശകലം ഉണ്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പൊടിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാത്രമേ നമ്മളത് കലക്കാവുള്ളൂ. അത് ഭയങ്കര സ്പീഡിലും ആവരുത്, വളരെ പതുക്കെ ചെയ്യാവുള്ളൂ. അങ്ങനെ സ്പീഡിൽ കലക്കി കഴിഞ്ഞാൽ അതിനകത്ത് എയർ ബൗൾസ് വളരെ കൂടുതലുണ്ടാവും. അതുകൊണ്ട് വളരെ പതുക്കെ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വളരെ മയത്തിലേ ചെയ്യാവുള്ളൂ. അത് കുറേശ്ശെ ഇട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബാറ്റർ ഒരു ഇച്ചിരി കട്ടിയായിട്ടാണ് വരുന്നത് കണ്ടോ. ഇതേപോലെ ആ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന കാരമലൈസ് സിറപ്പില്ലേ, അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ
ചേർക്കാവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. മൊത്തം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് മിച്ചം വരും. നമുക്ക് ഇനി ആക്കുമ്പോഴത്തേക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മുട്ടയുടെ അളവിൽ എന്തെങ്കിലും വ്യത്യാസമോ വലുതോ ചെറുതോ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് അതിന് വ്യത്യാസം വരും. അതാണ് കാരമലൈസ് ലേശം കൂടുതലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ടത് ഈ പരുവം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററെല്ലാം ശരിയായിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കത് നമ്മുടെ കേക്കിൻ്റെ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് കൊട്ടി കൊടുക്കാം. അതിനകത്ത് എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അത് പോകാനാണ് നമ്മളിതിങ്ങനെ കൊട്ടി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഒരു ഭംഗി. അങ്ങനെ നമ്മുടെ പ്ലം കേക്കിനുള്ള ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഞാനത് 280 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഒന്ന് വയ്ക്കാം. അന്നേരം ഇതിലേക്ക് വയ്ക്കുവാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓവൻ. ഒരു 30 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. കേക്കൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ആഹാ സൂപ്പർ പ്ലം കേക്ക്. നല്ല സോഫ്റ്റാണ്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം.
കണ്ടോ, വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശുഭദിനാശംസകൾ.